ഹലോ ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇന്നിതാ ഈസി ആയിട്ട് നെയ്പ്പത്തൽ ഉണ്ടാക്കിയെടുക്കാം. അതും അരി അരയ്ക്കാനോ പുതിർത്താനോ ഒന്നും വേണ്ട, അത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് പുട്ടുപൊടി മാത്രമാണ്. അപ്പോൾ ഇതാ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിതാ 1 കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടി എടുക്കാം, അല്ലാത്ത സാധാ അരിപ്പൊടി ആയിട്ട് എടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടെ ഓൾ എന്ന ഓപ്ഷനും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ദാ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പോളം പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ റേഷൻ കടയിലെ അരി ഉണ്ടല്ലോ, സാധാ പുഴുങ്ങലരി, അത് നനച്ചിട്ട് പൊടിച്ചെടുത്തതാണ്. മില്ലിൽ ഒരുമിച്ച് പൊടിച്ചെടുത്തതാണ്. അല്ല നിങ്ങളുടെ കയ്യിൽ വാങ്ങിയ പുട്ടുപൊടിയാണെങ്കിൽ അതും എടുക്കാം. അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മളതിലേക്കൊരു 1.5 കപ്പ് ചുടുവെള്ളം, നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇങ്ങനെയെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പത്തിരിക്ക് വാട്ടുന്ന പോലെ അരിപ്പൊടി വാട്ടിയതിന് ശേഷം പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ 1.5 കപ്പോളം നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു തവയോ സ്പൂണോ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ആ ചുടുവെള്ളം എല്ലാ പൊടിയിലും തട്ടുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് 1 കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടി കൊടുക്കാം കേട്ടോ. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഇനി ചെറിയ ഉള്ളി, നല്ല ചെറിയ ഉള്ളി, ഒരു 5 6 ചെറിയ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇനി നമുക്കിതൊരു കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മാവ് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. എന്താ കൈ വെച്ചിട്ട് നന്നായി കുഴച്ച് റെഡിയാക്കി മാവ് റെഡി ആയിട്ടുണ്ട്. ഇതാ എല്ലാതും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറുത്ത എള്ളും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓപ്ഷണലാണ്, ഞാൻ ഇപ്പോൾ ഇന്ന് ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാൻ ഇതിനു മുമ്പേ നെയ്പ്പത്തലിൻ്റെ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കാണണേ. അതിനുശേഷം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുത്ത് നല്ല ഇരുമ്പ് ചട്ടിയിൽ ചീനച്ചട്ടിയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി തള വരുമ്പോൾ നമുക്കിതാ ഇതിൽ നിന്നും ഒരു ബോൾ എടുക്കാം. അതിനുശേഷം നന്നായി ഇതുപോലെ ഉരുട്ടിയെടുത്ത് നമ്മുടെ കൈ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം, വാഴയിലയിലോ അല്ലെങ്കിൽ കവറിലോ ഒക്കെ. ഇപ്പം ഞാൻ എന്താ ഒരു കവർ വെച്ച് കൊടുത്തതിന് ശേഷം പത്തിരി പ്രസ്സിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, അപ്പോഴേക്കും നന്നായിട്ട് പരന്ന് വരും. അപ്പം അതാ കുറച്ച് കട്ടിയിൽ, നൈസാവരുത്, ജസ്റ്റ് കുറച്ചൊന്ന് കട്ടിയിലാക്കിയിട്ട് ഇതാ ഇതുപോലെ ചൂടെണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം ദാ ഇതുപോലെ നന്നായിട്ട് പൊന്തി വരും. എണ്ണ നന്നായി ചൂടായി എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ ദാ ഈസി അല്ലേ നമ്മളെ നെയ്പ്പത്തൽ ഉണ്ടാക്കാൻ. നന്നായിട്ട് ഇതാ പൊന്തി വരുന്നുണ്ട്. അപ്പം ഈ നല്ല ടേസ്റ്റിയാണല്ലോ നെയ്പ്പത്തലിന്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വരാം. അസ്നാസക്ക്.